ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ആൻഡ് റെഡ് ഫീസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ഉള്ളിക്കറിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കറിയാണിത്. അതുകൂടാതെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കറിയാണ്. വേറെ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് എൻ്റെ നാവിൽ നിന്ന് ഇതുവരെയും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഉള്ളിക്കറി ഒന്ന് നോക്കിയാലോ. ഉള്ളിക്കറിക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ സാധാരണ നമ്മുടെ മസാല തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അവ ചൂടായി വന്നപ്പോഴേക്ക് ഞാനതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന് നന്നായിട്ട് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുവും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളകാണ്, ഒരു വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ജസ്റ്റ് വഴണ്ട് വന്നാൽ മാത്രം പോരാ, നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ആ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കത്തുള്ളൂ. അതിന് നമ്മൾ പെട്ടെന്ന് ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരണമെങ്കിൽ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നായി വരും. അപ്പോൾ ഇനി നമുക്ക് ആ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എത്ര അളവ് എടുക്കണമെന്നെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് പോയി നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിപ്പം നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം. തീ ഈ സമയത്തൊന്ന് കുറച്ച് കൊടുക്കണം, സിമ്മിലിട്ടിരുന്നാൽ മതി. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും നല്ലത്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഉള്ളി ഫുള്ള് അതിലൊന്ന് മുങ്ങിയിരിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. അതിന് ഞാൻ പ്രത്യേക അളവൊന്നും പറയുന്നില്ല കേട്ടോ. അതാ ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്ക് തീയൊന്ന് നന്നായിട്ട് കൂട്ടിയിട്ട് കൊടുക്കാം. അതൊന്ന് പറ്റി വരണം. ഇനി ഇത് പറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഈ പുളിവെള്ളം കൂടെ ചേരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കറി അങ്ങ് കുറുകി വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കും. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാൻ സ്റ്റവ് സ്വിച്ച് ഓഫ് ചെയ്തു. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോവുകയാണേ. ഒരു സ്പൂൺ എടുക്കട്ടെ. ഇതാ, ഒത്തിരി ഒന്നും എടുത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ ഒരു പിക്കിളൊക്കെ കഴിക്കുമ്പോൾ എരിയൊക്കെ ഇല്ലേ, അതേപോലൊക്കെ ഒരു ഇതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല എരിയും പുളിയും എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? ഇതിലാണ് ഞാൻ സാധാരണ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനെ നിറച്ചിട്ട് ഞാൻ 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് പെട്ടെന്ന് ചോറിൻ്റെ കൂടെ ഒക്കെ ഒരു കറി ആയിട്ടിത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചോറ് കൂടുതലും കറി കുറച്ചും കഴിച്ചാൽ മതി. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.